അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ചിക്കൻ കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇന്നേ വരെ ഇത്രയും ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറി കഴിച്ചിട്ടുണ്ടാവില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ ഒരു കറി ഉണ്ടാക്കാൻ നിങ്ങൾ കരുതുന്ന പോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരാണ്, അല്ലെങ്കിൽ സ്പെഷ്യലായിട്ടൊക്കെ ചിക്കൻ വാങ്ങിക്കുന്ന ടൈമിൽ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കാം. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ പിന്നെ കറി റെഡി ആവില്ല കേട്ടോ. ആദ്യം തന്നെ 1.5 കിലോ ചിക്കന് നല്ലോണം വാഷ് ചെയ്തിട്ട് അതിലുള്ള വെള്ളമൊക്കെ മൊത്തത്തിൽ അങ്ങ് പോക്കിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് ചിക്കനും എടുക്കാം കേട്ടോ. പിന്നെ ഞാനിതിൽ പറയുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവെന്ന് പറയുന്നത് ഈ ഒരു 1.5 കിലോ ചിക്കനിലേക്കുള്ളതാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ നമ്മൾ ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ലേ, നമ്മൾ സാധാ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കില്ലേ പിരിമുളകിൻ്റെ പൊടി, ആ ഒരു പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 4 ടേബിൾ സ്പൂണിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുക. അതാകുമ്പോൾ അത്യാവശ്യം നല്ലൊരു റെഡ് കളർ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കിതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാലയാണെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അടുത്തതായിട്ട് 1 മുറി ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലുള്ള ആ ഒരു കുരുവൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനൊരു നുള്ള് റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് സ്കിപ്പ് ചെയ്ത് കളയാം. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഫുഡ് കളർ ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൈ വെച്ചിട്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള മുഴുവൻ മസാലയും ഈ ഒരു ചിക്കനിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ചിക്കന് നമ്മൾ ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക, അല്ല പുറത്താണെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് വറ്റൽമുളക് വേണം. ഞാൻ സാധാ വറ്റൽമുളകാണ് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പിരിമുളക് എടുക്കുക. അപ്പം ഞാൻ 12 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം എരിവുള്ളതുകൊണ്ടാണ് 12 എണ്ണം എടുത്തത്. ഇനി നിങ്ങൾ പിരിമുളകാണ് ഈ ഒരു 1.5 കിലോ ചിക്കനിലേക്ക് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഇരട്ടി എടുത്താൽ മതി കേട്ടോ. അത് കുറച്ച് എരിവ് കുറവായിരിക്കും. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ചില്ലി ഫ്ലേക്സ് നിങ്ങൾക്ക് കടയിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും. എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ചെറുതായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു സൈസിൽ വേണം നമ്മൾ സവാള കട്ട് ചെയ്തെടുക്കാൻ. അടുത്തതായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെക്കുക. ചൂടായി വരുമ്പം അതിലോട്ട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഓയിൽ എടുക്കുന്ന സമയത്ത് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നമ്മൾ സാധാ കുക്കിംഗ് ഓയിലോ ചേർത്ത് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ മാക്സിമം ചേർക്കാണ്ടിരിക്കുക. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ സോസ് ആഡ് ചെയ്യുന്നതുകൊണ്ട് ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഓയിലൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് നേരം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 90% കുക്കായി കിട്ടിയാൽ മതി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറി ഉണ്ടാക്കുന്ന ടൈമിൽ ആ ഒരു കറിയിൽ ഈ ചിക്കനും കൂടെ ഇട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ 2 തവണയായിട്ടാണ് കേട്ടോ ചിക്കന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഓയിലിൽ നിന്ന് കുറച്ച് ഓയിൽ മാറ്റി കൊടുക്കണം കേട്ടോ. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ എടുത്തുകൊണ്ട് തന്നെ ഇത് കുറച്ച് കൂടുതൽ ഓയിലുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് ഓയിൽ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് വെറും 3 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം മതി കേട്ടോ. ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. വെറും 3 ടേബിൾ സ്പൂൺ ഓയിൽ ആ ഒരു പാത്രത്തിൽ വെച്ചാൽ മതി. ഇനി നിങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് വേറെ പാത്രത്തിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണ് ഈ ഒരു കറിയും കൂടെ റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ഓയിലിലോട്ട് 2 സവാളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് സോട്ടായെന്ന് കണ്ടാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ചില്ലി ഫ്ലേക്സ് മൊത്തമായിട്ടും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പിലേൻ്റെ ആ ഒരു തണ്ടൊക്കെ ഒഴിവാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ.
ഇത്രയും കറിവേപ്പില ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ കറിവേപ്പിലയും സവാളയും അതുപോലെ തന്നെ ആ ഒരു ചില്ലി ഫ്ലേക്സൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴന്ന് കഴിഞ്ഞിട്ട് ആ ഒരു പച്ചമണമൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരുന്ന ടൈമിൽ ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു കറിയിൽ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചേർക്കാൻ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തു. ഇനി എക്സ്ട്രാ നമ്മളൊരു മാഗി ക്യൂബും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ ഈ ഒരു മാഗി ക്യൂബ് ചേർക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക് ഉണ്ടാവുക. എന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു സവാളയും ചില്ലി ഫ്ലേക്സും കറിവേപ്പിലയും ഒക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഏതാണ്ട് ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കറിക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. എന്നിട്ടൊരു 10 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. 10 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പം ആരും ഞെട്ടൊന്നും വേണ്ട കേട്ടോ. എന്താന്ന് വെച്ചാൽ നമ്മൾ 1.5 കിലോ ചിക്കനിലേക്കുള്ള ആ ഒരു അളവാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ 1/2 കിലോ ചിക്കനൊക്കെ വെച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതിയാവും കേട്ടോ. ഇനി ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക. പിന്നെ ഈ ഒരു കറീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ പച്ചമുളക് ചേർക്കണം, അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് തക്കാളി ഒക്കെ ചേർക്കണം അല്ലേ. പക്ഷേ ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് 1/2 ലിറ്റർ തിളച്ച വെള്ളം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത ശേഷം തീ ഒന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കുക. ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കറി നല്ല രീതിയിൽ തിളച്ച് കിട്ടും കേട്ടോ. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഫ്രൈയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ക്യാപ്സിക്കം ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ നമ്മൾ ഇതിലോട്ട് ക്യാപ്സിക്കം ചേർക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ഈ ക്യാപ്സിക്കത്തിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ ഈ ഒരു കറിയിൽ കിട്ടും. ഇനി നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം അല്ലെങ്കിൽ 4 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ 5 മിനിറ്റിന് ശേഷം നമ്മുടെ ഈ ഒരു കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പം നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന കറിയുടെ അതേ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല അടിപൊളി സ്മെല്ലൊക്കെ ഉണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒന്ന് ചൂടാറി കഴിഞ്ഞാലാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു കറക്റ്റ് കളർ നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഇത് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി, പൊറോട്ട, ബട്ടർ നാൻ എല്ലാത്തിനൊപ്പം നല്ല അടിപൊളി കോംബോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായും ട്രൈ ചെയ്യുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും ഒരുപാട് നല്ല വീഡിയോസ് ഇടാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.